കടൽപ്പാവ് കൃഷി ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ടെറസിൽ വ്യത്യസ്തമായ വിളകൾ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയാണ് വയനാട്ടിലെ ഒരു അധ്യാപകൻ. സുൽത്താൻ ബത്തേരി നമ്പിക്കൊല്ലിയിലെ ധനേഷ് കുമാർ 80 ചുവട് ചേനയാണ് ഇത്തവണ വീടിന്റെ ടെറസിൽ നട്ടിരിക്കുന്നത്. വീടിന്റെ ടെറസിൽ നെല്ലും ചെണ്ടുമല്ലിയുമൊക്കെ പരീക്ഷിച്ച ശേഷമാണ് ധനേഷ് മാഷ് ചേനയിലേക്ക് എത്തിയത്. (2019) മുതലാണ് ടെറസിലെ കാർഷിക പരീക്ഷണങ്ങൾ തുടങ്ങിയത്. ഇതുവരെ ചെയ്തതൊക്കെ വിജയിച്ച ധൈര്യത്തിലാണ് ഇത്തവണ ചേന നട്ടത്. സിമന്റ് ചാക്കുകൾ ഗ്രോ ബാഗ് മാതൃകയിലാക്കിയാണ് ചേന കൃഷി ചെയ്തിരിക്കുന്നത്. കരിയില, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിനൊപ്പം ചേർത്താണ് ചേന നട്ടത്. ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് കൂടുതൽ മണ്ണ് നിറച്ചു. ഇപ്പോൾ 80 ചുവട് ചേന വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. ആദ്യത്തെ 2 വർഷം നെല്ലായിരുന്നു, ബ്ലാക്ക് റൈസും അതുപോലെ തന്നെ ആതിരയും ചെയ്തു. അതിനുശേഷം കാന്താരി കൃഷി ചെയ്തു. പിന്നീട് ചെണ്ടുമല്ലി, കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി ചെയ്തു. ഈ വർഷം നമ്മൾ ചെയ്യുന്നത് ചേനയാണ്. ഗ്രോ ബാഗുകളിൽ 50 ചാക്കുകളിലാണ് നമ്മൾ ചേന കൃഷി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല വിളവാണ് ലഭിച്ചിരിക്കുന്നത്. ഇലയുടെയും തണ്ടൊക്കെ നിറം മാറിയിട്ടുണ്ട്. വിളവെടുപ്പുള്ള സമയമായി തുടങ്ങി. വിളകൾക്ക് ജലസേചനം ഉറപ്പാക്കാൻ 2 ജലസംഭരണികളും ടെറസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ചാണ് കൃഷി. ചോർച്ച ഒഴിവാക്കാൻ റൂഫിംഗ് ടൈലുകളുടെ ഉപയോഗശൂന്യമായ കഷ്ണങ്ങൾ നിരത്തിവെച്ച അതിനു മുകളിലാണ് ബാഗുകളും ചെടിച്ചട്ടികളും വെച്ചിരിക്കുന്നത്. ഒട്ടും വെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിലാണ് ക്രമീകരണം. ചേന വിളവെടുത്തു കഴിഞ്ഞാൽ പുതിയ വിളകൾ എന്തെങ്കിലും ടെറസിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകനും കലാപ്രവർത്തകനുമായ ധനേഷ് കുമാർ. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, വീടിനും മുറ്റമില്ല, തോട്ടമില്ല എന്നൊക്കെ പറഞ്ഞ കൃഷിയിൽ നിന്ന് പിൻവലിയുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് ശരിക്കും വ്യത്യസ്തനാകുന്നുണ്ട് ഈ അധ്യാപകൻ. ഓരോ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണല്ലേ? വീടിന്റെ ടെറസിലെ കൃഷിയൊക്കെ കുറേ വർഷങ്ങളായി തന്നെ കേരളത്തിൽ പലരും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ഥലപരിമിതിയൊക്കെ വന്നതോടെ, നമ്മുടെ ജനസംഖ്യയൊക്കെ കൂടിയതോടെ ആവശ്യത്തിന് കൃഷിസ്ഥലമൊക്കെ കിട്ടാതായപ്പോൾ ആളുകൾ കിട്ടാവുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ധനേഷ് മാഷെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പല പരീക്ഷണങ്ങളാണ് ടെറസിൽ നടത്തുന്നത്. ആദ്യം തന്നെ നെൽകൃഷിയാണ് അദ്ദേഹം ചെയ്തത്. 2019 കരനെൽ കൃഷി, അതുപോലെ വ്യത്യസ്തമായ വിത്തുകളൊക്കെ ഉപയോഗിച്ചുള്ള കൃഷിയൊക്കെ ചെയ്തു. പിന്നീട് ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്തു, പച്ചക്കറി കൃഷി ചെയ്തു. അങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇപ്പോഴദ്ദേഹം ചേന കൃഷി ചെയ്തിരിക്കുന്നത്. സിമന്റ് ചാക്കുകൾ മുറിച്ച് അത് ഗ്രോ ബാഗ് പോലെയായി അതിൽ വളവും മണ്ണുമൊക്കെ മിക്സ് ചെയ്ത് കൃത്യമായ മിശ്രിതമാക്കി അതിലാണ് 80 ചുവടോളം ചേന നട്ടിരിക്കുന്നത്. നല്ല രീതിയിലാണ് ഇപ്പോൾ വിളവ് എടുക്കാൻ ചേന പാകമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹവും കുടുംബവും ഉള്ളത്. ടെറസിൽ ഇതുവരെ നടത്തിയ കാർഷിക പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചതിൻ്റെ സന്തോഷമാണ്. സാധാരണഗതിയിൽ ടെറസിൽ ഇത്തരത്തിൽ കൃഷി നടക്കുമ്പോൾ ചോർച്ചയൊക്കെ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം ടൈൽസൊക്കെ വിരിച്ച് അതിന് മുകളിൽ ഗ്രോ ബാഗുകളും ചട്ടികളും ഒക്കെ വെച്ചാണ് ടെറസിൽ കൃഷി ചെയ്യുന്നത്. എന്തായാലും ചേന വിളവെടുത്ത് കഴിഞ്ഞാൽ ഇനിയും പുതിയ എന്തെങ്കിലും ഒരു വിളവ് ടെറസിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ധനേഷ് മാഷ്. അദ്ദേഹം പരീക്ഷണങ്ങളുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ധനേഷ് മാഷിന്റെ തീരുമാനം. അപ്പൊ നല്ല വിളവുണ്ടാകട്ടെ, കൃഷിയെല്ലാം വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും.